വാർത്തകളിലേക്ക്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ച ജനസംഖ്യാ വർധനവ് നയത്തെ പിന്തുണച്ച് BJP നേതാവ് RP സിംഗ്. പുതിയ തീരുമാനം ആന്ധ്രാപ്രദേശിന്റെ നന്മയ്ക്ക് വേണ്ടിയെന്ന് RP സിംഗ് പറഞ്ഞു. ഒരു കുടുംബത്തിലെ മൂന്നാമത്തെ കുഞ്ഞിന് 30,000 രൂപയും നാലാമത്തെ കുഞ്ഞിന് 40,000 രൂപയും ധനസഹായം നൽകുമെന്നായിരുന്നു ആന്ധ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. ആന്ധ്രാപ്രദേശിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള വമ്പൻ പ്രഖ്യാപനം. മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കുന്ന കുടുംബങ്ങൾക്ക് 30,000 രൂപയും നാലാമത്തെ കുഞ്ഞിന് 40,000 രൂപയും ധനസഹായമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ശ്രീകാകുളം ജില്ലയിലെ നരസന്നപ്പേട്ടിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. സ്വർണ്ണ ആന്ധ്ര സ്വച്ഛാന്ധ്ര പരിപാടിക്കിടെയാണ് ജനസംഖ്യ പ്രോത്സാഹന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതായി അദ്ദേഹം അറിയിച്ചത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഒരു മാസത്തിനകം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പിന്തുണച്ച് BJP നേതാവ് RP സിംഗ് രംഗത്തെത്തി. ഭാരതം ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. സംസ്ഥാനത്തിന്റെ നന്മയ്ക്കായാണ് മുഖ്യമന്ത്രി ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. भारत फेडरल स्ट्रक्चर है, फेडरल स्ट्रक्चर में काम करता है. फैमिली प्लानिंग और हेल्थ स्टेट का डोमेन सब्जेक्ट है. उनको अपने प्रदेश के राज्य के हित को सोचते हुए फैसला लिया होगा. ये उनका फैसला है. ജനസംഖ്യ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ യുവജന സഖ്യം വർദ്ധിപ്പിക്കാനും ഭാവിയിൽ തൊഴിലാളി ശക്തി ഉറപ്പാക്കാനുമാണ് സർക്കാർ ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനം, ഡൽഹി.